സത്യത്തിൽ ഈ ഈവിൾ ഡെഡ് സിനിമകളോട് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും തോന്നിയിരുന്നില്ല. അത് വേറെ എന്തൊക്കെയോ ആണെന്ന് കരുതി മാറി നടക്കുമായിരുന്നു. ഇപ്പോൾ പുതിയ ഈവിൾ ഡെഡ് ബേൺ സീക്വൽ വന്നപ്പോൾ അതിന് നല്ല അഭിപ്രായങ്ങളൊക്കെ കണ്ട് ഒന്ന് കയറി നോക്കിയതാണ്. പണ്ടാരം ഞെട്ടിച്ച് കളഞ്ഞ് ഒരു അന്യായ ടെറർ എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞ ദിവസം ഇതിനു മുന്നേയുള്ള 2 സിനിമകളുടെയും വീഡിയോ ഇട്ടത്. എല്ലാവർക്കും അത് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഏറ്റവും പുതിയ കത്തിക്കൽ പരിപാടിയിലേക്ക് തന്നെ കിടക്കാം. ലോകമെമ്പാടുമുള്ള ഹൊറർ സിനിമാ പ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന ഈവിൾ ഡെഡ് സീരീസിലെ ഏറ്റവും പുതിയതും അതിഭയാനകരവുമായ ഈവിൾ ഡെഡ് ബേൺ. ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം എടുത്തു പറയട്ടെ. ഈ സിനിമയിൽ നല്ല രീതിക്ക് വയലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ബ്ലഡി ഹെൽ മൂവിയാണത്. അപ്പോൾ കൂട്ടുകാരെ, ഈ സിനിമ ആരംഭിക്കുന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ്. ജോസഫ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അവൻ വളരെ ശ്രദ്ധയോടെ ഒരു പഴയ ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്ത് കേൾക്കുകയാണ്. ആ ശബ്ദം മറ്റാരുടെയുമല്ല, ജോസഫിൻ്റെ മുത്തച്ഛനായ ബെഞ്ചമിൻ പ്രൈസിൻ്റേതാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു. ആ റെക്കോർഡിങ്ങിൽ അദ്ദേഹം വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നെക്രോണോമിക്കോൺ അഥവാ മരണത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഒരു ശപിക്കപ്പെട്ട പുസ്തകത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പുസ്തകം ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ടെത്തിയാൽ ഒരിക്കലും അതിലെ വരികൾ ഉറക്കെ വായിക്കരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം അറിയാമല്ലോ, ആ വരികൾ ഉറക്കെ വായിച്ചാൽ നരകത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അതിക്രൂരന്മാരായ പിശാചുകൾ ഉണരുകയും മനുഷ്യരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവർക്ക് ചുറ്റുമുള്ളവരെ മുഴുവൻ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യും. ഈ പുസ്തകം താൻ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും എന്നാൽ എന്തെങ്കിലും ഒരു നാൾ ആ പിശാചുകൾ തിരികെ വരുമെന്നും മുത്തച്ഛൻ ആ റെക്കോർഡിങ്ങിൽ ഭയത്തോടെ പറയുന്നുമുണ്ട്. ഈ ശബ്ദരേഖ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജോസഫ് താൻ നിൽക്കുന്ന മുറിയുടെ ചുമരിൻ്റെ പിന്നിലായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വിചിത്ര വസ്തു കണ്ടെത്തുന്നു. അതൊരു പുരാതനമായ പുസ്തകമായിരുന്നു. ഓക്കെ, അടുത്ത സീൻ നമ്മൾ കാണുന്നത് വളരെ ശാന്തമായൊരു തടാകമാണ്. അവിടെ ജാരഡ്, ലിയോ എന്നീ 2 സുഹൃത്തുക്കൾ ഒരു ചെറിയ ബോട്ടിലിരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ്. ചുറ്റും കോടമഞ്ഞ് മൂടിയ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം. ലിയുടെ കാമുകി അവനെ നിരന്തരം ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും ജാരഡ് അതെടുക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം അവൾ വെറുതെ വഴക്കിടാൻ വിളിക്കുന്നതാണെന്ന് അവനറിയാം. വീണ്ടും വിളിക്കുന്നതിനെ തുടർന്ന് കരയിൽ നിൽക്കുന്ന ലിയോ ഫോണുമായി സംസാരിക്കാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ ജാരഡിൻ്റെ ചൂണ്ടയിൽ വലിയൊരു മീൻ കുടുങ്ങിയതുപോലെ തോന്നുന്നു. അവൻ ആവേശത്തോടെ ചൂണ്ട വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വെള്ളത്തിൽ നിന്നും പൊന്തി വന്ന കാഴ്ച അവനെ അപ്പാടെ ഫ്രീസാക്കി കളഞ്ഞു. അതൊരു മീനൊന്നും ആയിരുന്നില്ല, പകരം അഴുകി തുടങ്ങിയ ഒരു മനുഷ്യൻ്റെ തലയായിരുന്നു. ആ കണ്ണുകൾ തുറിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഭയം കാരണം ജാരഡ് അത് ഉടൻ തന്നെ വെള്ളത്തിലേക്ക് തിരികെ ഇട്ടു. എന്നാൽ അപ്രതീക്ഷിതമായി എങ്ങു നിന്നോ കുറേ ചൂണ്ടക്കയറുകൾ ജാരഡിൻ്റെ മുഖത്തേക്ക് വന്ന് അടിക്കുകയും അവനെ ആരോ വലിച്ച് വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്തു. വെള്ളത്തിൽ വീണ് ജാരഡിനെ രക്ഷിക്കാൻ ലിയോ പാഞ്ഞെത്തി. എന്നാൽ വെള്ളത്തിനിടയിൽ നിന്നും അജ്ഞാതമായൊരു പൈശാചിക ശക്തി ജാരഡിനെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. ലിയോ നോക്കി നിൽക്കെ ജാരഡിൻ്റെ ശരീരം നെടുകെ 2ആയി കീറപ്പെടുന്ന അതിദാരുണമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രക്തം കൊണ്ട തടാകത്തിലെ വെള്ളം ചുവന്നു. ലിയോ ഭയന്ന് പറിച്ചുപോയി. അവൻ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഒരു പിശാച് അവനെ തുറിച്ച് നോക്കുന്നത് കണ്ടു. ആ പെൺകുട്ടി ആരാണെന്നറിയാമോ? ജെസീക്ക. ആരാണ് ജെസീക്ക? കഴിഞ്ഞ വീഡിയോയിലെ ഈവിൾ ഡെഡ് റൈസ് കണ്ടവർക്ക് മനസ്സിലാവും ആരാണ് ഈ ജെസീക്കയെന്ന്. ദാറ്റ് മീൻസ് ആ സിനിമയുടെ അവസാനം പ്രേതബാധയേറ്റതായി കണ്ട അതേ പെൺകുട്ടിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തടാകവും ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അവളുടെ കണ്ണുകൾ പൈശാചികമായി തിളങ്ങുന്നുണ്ടായിരുന്നു. മുഖം വികൃതമായിരുന്നു. ലിയോ പെട്ടെന്ന് തന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ബോട്ട് സ്റ്റാർട്ടായില്ല. പെട്ടെന്ന് ആ പിശാചി ബോട്ട് മറിച്ചിടുകയും ലിയോ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. ചുറ്റുമുള്ള വെള്ളം അസാധാരണമായ വിധം തിളച്ചു മറിയാൻ തുടങ്ങി. ലിയോ എങ്ങനെയൊക്കെയോ നീന്തി കരയിലേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ കരയിലേക്ക് എത്തിയപാടെ അവനെ നമ്മൾ കാണുന്നത് ആസിഡിൽ മുങ്ങി പൊള്ളിയ അവസ്ഥയിൽ വന്ന് കിടക്കുന്നതാണ്. അതായത് അവന് മരിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. പിന്നാലെ തന്നെ ആ പിശാചി കരയിലേക്ക് കയറി അവൻ്റെ കൈക്ക് മുകളിലൂടെ നടക്കുകയും അവൻ്റെ ആ പൊള്ളിയ കൈയിലെ തൊലിയൊക്കെ അടർന്നു പോകുന്ന വേദനയിൽ അവൻ അലറിക്കരഞ്ഞു. അതിനുശേഷം ആ ജെസീക്ക എന്ന പിശാച് റോഡിലേക്ക് നടന്നു കയറി. കുറേ നേരം നിന്ന ശേഷം ആ റോഡിൻ്റെ നടുവിലേക്ക് കയറി നിന്നു. അങ്ങനെ നിൽക്കെ പെട്ടെന്നാണ് ആ വഴി അതിവേഗത്തിൽ വന്നൊരു വാഹനം ജെസീക്ക ഇടിച്ച് തെറിപ്പിക്കുന്നത്. ആ ഇടിച്ച് തെറിപ്പിച്ചത് ആരാണ്? ഒരു കൊച്ചു ഫ്ലാഷ് ബാക്ക്. കഥ വീണ്ടും നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ജോസഫിലേക്കും അവൻ്റെ കുടുംബത്തിലേക്കും വരികയാണ്. ജോസഫിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ അവൻ്റെ കുടുംബവും സുഹൃത്തുക്കളും ഒരു വലിയ ക്ലബ്ബിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ മാത്രമാണ് അവിടെ ഉള്ളത്. ജോസഫിൻ്റെ ബ്രദറായ വില്യമിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ക്ലബ്ബ്. വില്ലിൻ്റെ ഭാര്യയുടെ പേരാണ് ആലിസ്. എന്നാലും വളരെ സന്തോഷത്തോടെയാണ് അവർ പാർട്ടി ആഘോഷങ്ങൾ നടത്തുന്നത്. വില്യം തൻ്റെ അനിയനായ ജോസഫിന് വില കൂടിയൊരു പേനയാണ് ജന്മദിന സമ്മാനമായി നൽകിയത്. അതൊരു സാധാരണ പേനയായിരുന്നില്ല. 1000 പുസ്തകങ്ങൾക്ക് തുല്യമായ വിലയുള്ള ഒരു അപൂർവ പേനയായിരുന്നു അത്.
അത്രയ്ക്ക് എക്സ്പെൻസീവ് എന്ന്. ജോസഫ് ഒരു എഴുത്തുകാരനായതുകൊണ്ടാണ് വില്യം അവൻ അങ്ങനെ ഒരു സമ്മാനം നൽകിയത്. അതിനുശേഷം ആലിസും അവൾക്കുള്ള സമ്മാനം നൽകി. ജോസഫും അവൻ്റെ കാമുകിയായ തിയയും ഒന്നിച്ചുള്ളൊരു മനോഹരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു അത്. ആ സമ്മാനം ജോസഫിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ സന്തോഷം കൊണ്ട് ആലിസിനെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. വില്ലിന് ഇതൊക്കെ കണ്ട് വലിയ രസം തോന്നിയില്ല. കാരണം ഇങ്ങനൊരു സമ്മാനം കൂടി ഉള്ളതായി അവൾ വില്ലിനെ അറിയിച്ചതേയില്ല. മാത്രമല്ല ഇവർക്കിടയിൽ ചെറിയ പൊട്ടിച്ചിലൊക്കെ ഉണ്ട്, പുറമേ സന്തോഷമൊക്കെ ആണെങ്കിലും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങി അതങ്ങ് വഴക്കായി. രണ്ടുപേരും തമ്മിൽ പരസ്പരം തർക്കവുമായി. ആ ഒരു ടെൻഷനിൽ ആലിസ് സിഗരറ്റ് വലിക്കാനായി പുറത്തേക്ക് പോയി. ജോസഫ് വില്യമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നടന്ന സംഭവത്തിൽ മാപ്പ് ചോദിച്ചു. പക്ഷേ വില്യം അപ്പോഴും വലിയ ദേഷ്യത്തിലായിരുന്നു. വില്യമിന് ആലിസിലൊരു കുഞ്ഞു വേണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആലിസ് അതിന് തയ്യാറായിരുന്നില്ല എന്നായിരുന്നു അവൻ്റെ പ്രധാന പ്രശ്നം. ഇതേസമയം ആലിസിനെ സമാധാനിപ്പിക്കാൻ തിയയും കൂടെ പോയി പുറത്തുനിന്ന് സിഗരറ്റ് വലിക്കുന്ന സമയത്താണ് ക്ലബിലെ ജോലിക്കാരനായ മൈക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ബോസേ ഒരു സിഗരറ്റ് തരുമോ എന്ന് ചോദിക്കുന്നത്. ആലിസ് ഇത് കേട്ട് താൻ മൈക്കിൻ്റെ ബോസൊന്നുമല്ല എന്ന് പറഞ്ഞു. അവിടേക്ക് വന്ന വില്യം ഇത് കേട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ ആലിസിനെ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് അപമാനിച്ചു. മൈക്കിന് സിഗരറ്റ് എത്തിച്ചു കൊടുക്കാൻ നീ ആരാണെന്നും വേണമെങ്കിൽ അവനോടൊപ്പം പോയി കിടക്കാൻ വരെ അവൻ ആലിസിനോട് പരസ്യമായി പറഞ്ഞു. ഈ ക്രൂരമായ വാക്കുകളൊക്കെ കേട്ട് ആലിസ് പൊട്ടിക്കരഞ്ഞുപോയി. അവൾ വില്യമിനോട് നരകത്തിൽ പോയി നശിക്കാൻ പറഞ്ഞു. ദേഷ്യം സഹിക്കാൻ കഴിയാതെ വില്യം കാറെടുത്ത് അതിവേഗത്തിൽ അവിടെ നിന്ന് ഓടിച്ചുപോയി. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഹൈവേയിൽ വെച്ച് അവൻ ആ പിശാചായ ജെസ്സിയെ ഇടിക്കുന്നത്. വണ്ടി ഇടിച്ച ഉടനെ വില്യം കാറിനുള്ളിൽ കുടുങ്ങിപ്പോയി. അവൻ പുറത്തടക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അപ്പോഴാണ് കാറിൽ തന്നെ തങ്ങിക്കിടന്നിരുന്ന ജെസ്സിയെ അവൻ കാണുന്നത്. ആദ്യം അതേത് സ്ത്രീ എന്നായിരുന്നു കരുതിയത്. എന്നാൽ വൈകാതെ ആ ഭാവം മാറി. അവൾ വളരെ ഭയാനകമായ ശബ്ദത്തിൽ വില്യമിൻ്റെ പേര് വിളിച്ചു. എന്നിട്ട് അവൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു, ഇനി ഞങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറ്റി വിടുക. ഇത്രയും പറഞ്ഞ ശേഷം ആ പിശാചിൻ്റെ തല സ്വയം അറ്റുപോവുകയാണ്. അങ്ങനെ വേർപെട്ട് കിടക്കുന്ന പിശാചിൻ്റെ തല വിടുകയാണ്. കുണ്ട, അസ്റ്റാട്ട, മൊണ്ടോസെ, ഖാണ്ട. ഈ ഒരു പൈശാചിക മന്ത്രം വിടുന്നതും നിമിഷനേരം കൊണ്ട് വില്യമിൻ്റെ കാറിന് തീ പിടിച്ചു. കാറിനുള്ളിൽ കിടന്ന് വില്യം അലറിക്കറഞ്ഞു. എന്നാൽ ആർക്കും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ വെച്ച് തന്നെ ജീവനോട് വെന്ത് മരിച്ചു. എന്നാൽ എല്ലാത്തിലും ഉപരി ആ മന്ത്രം ഉരുവിട്ടതും അവിടെ ആ പിശാചി വില്ലിൻ്റെ ശരീരത്തിലേക്ക് കയറുകയായിരുന്നു. ഈ ഒരു രംഗം കണ്ട ആടെ ഉള്ളൊന്ന് കാളും. വില്യമിൻ്റെ മരണവാർത്ത ആ കുടുംബത്തെ ഒന്നാകെ തകർത്തു കളഞ്ഞു. ആലിസിന് വലിയ കുറ്റബോധം തോന്നി. അവൾ തൻ്റെ വിവാഹമോതിരം ഊരി മാറ്റി. ഫ്രാൻസിലുള്ള അവളുടെ പിതാവ് ഈ വില്യമിൻ്റെ കുടുംബവുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആലിസിനെയാണ് അവരെല്ലാവരും കുറ്റപ്പെടുത്തിയത്. ആലിസുമായി അന്ന് വഴക്കിട്ടതുകൊണ്ടാണ് വില്യം ദേഷ്യപ്പെട്ട് പോയതെന്നും മരണപ്പെട്ടതെന്നും അവർ വിശ്വസിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് വില്യമിൻ്റെ ശവസംസ്കാര ചടങ്ങുകളാണ്. ആലിസ് വളരെ ക്ഷീണിതയും വിഷമത്തിലുമായിരുന്നു. അവളുടെ മുഖം വിളറിയുന്നു. തീ അവളെ സഹായിച്ച് കാറിൽ കയറ്റിയിരുത്തി. എന്നിട്ട് അവളെ ടച്ചപ്പ് ചെയ്യുന്ന സമയത്ത് ആലിസ് ജോസഫിൻ്റെ കാറിലായി ഒരു തോക്ക് കണ്ടെത്തി. അതവനൊരു സ്വയരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് തീയ പറഞ്ഞു. അങ്ങനെ ശവസംസ്കാര ചടങ്ങിൽ വില്യമിൻ്റെ പിതാവ് എഡ്ഗർ, എഡ്, അമ്മ സൂസൻ, അതുപോലെ ഓർമ്മക്കുറവുള്ള മുത്തശ്ശി പോളി എന്നിവർ പങ്കെടുത്തിരുന്നു. മുത്തശ്ശി പോളിക്ക് കടുത്ത ഡിമെൻഷ്യ, അത് ഓർമ്മിപ്പിച്ച കൊണ്ടായിരുന്നു. അവർ സ്വന്തം മകളായ സൂസനെ മുൻപ് മരിച്ചുപോയ മറ്റൊരു മകളായ ബോണി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ദാറ്റ് മീൻസ് അത്രയ്ക്കും മോശമായ അവസ്ഥയാണ് പോളിക്ക്. ചടങ്ങിനെത്തിയ ആലിസ് അവരുടെ വളർത്തുനായ മാക്സിനെ തലോടാൻ ശ്രമിച്ചു. എന്നാൽ എഡ്ഗർ വളരെ ദേഷ്യത്തോടെ നായെ തിരികെ വിളിച്ചു. ആലിസിനോട് അയാൾക്ക് വലിയ വെറുപ്പായിരുന്നു. അങ്ങനെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ തൊട്ടടുത്ത് നടക്കുന്ന ഒരു നിർമ്മാണ സ്ഥലത്ത് നിന്നും വലിയ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ഇതവിടെയുള്ള അന്തരീക്ഷം കൂടുതൽ അസ്വസ്ഥമാക്കി. സൂസൻ എല്ലാവർക്കും മുമ്പിൽ വന്ന് വില്യമിനെക്കുറിച്ച് സംസാരിച്ചു. വില്യമിനും ആലിസിനും ഒരു കുഞ്ഞ് ജനിക്കുന്നത് കാണാൻ താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ആഗ്രഹം ബാക്കിയാക്കി അവൻ പോയെന്നും പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു. അവളുടെ കുടുംബം വീണ്ടും പഴയതുപോലെയാകാൻ അവൾ എന്തും ചെയ്യുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു. അതിനുശേഷം ആലിസിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. താനൊരു സ്പീച്ചിന് പ്രിപ്പയർഡ് അല്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ഇത് മറ്റുള്ളവർക്കെല്ലാം മറ്റു വൈമുഖത ഉണ്ടാക്കി. ഇതോടെ പകരം വില്യമിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം പ്ലേ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ തുടർന്ന് വില്യമിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്നതിനായി ക്രിമറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് അവസാനമായി മകനെ കാണണം എന്ന് പറഞ്ഞ് പിതാവ് എഡ് മാത്രം ആ മുറിയിലേക്ക് പോയി. അയാൾ മൃതദേഹം വെച്ചിരുന്ന പെട്ടിക്കരികിൽ നിന്ന് കരയുമ്പോൾ പെട്ടെന്ന് പെട്ടിക്കുള്ളിൽ നിന്നും വില്യമിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതിലിട്ട് ഇടിക്കുന്ന പോലെ തോന്നി. തൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച് എഡ് ആവേശത്തോടെ പെട്ടി തുറന്നു. എന്നാൽ അതിനുള്ളിൽ നിന്നും എഴുന്നേറ്റത് വില്യമിൻ്റെ രൂപത്തിലുള്ള ഒരു പിശാചായിരുന്നു. ആ പിശാച് എഡിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയും അയാളുടെ കൈ പൊള്ളിക്കുകയും ചെയ്തു. ആ സമയം അവിടേക്ക് വന്ന ക്രിമറ്റോറിയം ജീവനക്കാരനെ ആ പിശാച് നിഷ്കരണം കൊലപ്പെടുത്തി. ഈ ഒരു സംഭവത്തിന് ശേഷം എഡിന് വല്ലാത്ത മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അയാൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ പോലെ. ചടങ്ങിന് ശേഷം അവരെല്ലാം കൂടി ജോസഫിന് പാരൻസ് നൽകിയ ഒരു കുടുംബ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആലിസിനെയും കൂടെ കൂട്ടി അവർ വീട്ടിലേക്കുള്ള യാത്രയിൽ തൻ്റെ സങ്കടങ്ങളൊക്കെ ജോസഫിനോടും തിയയോടും പങ്കുവച്ചു. കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ വെറുപ്പാണെന്ന് അവൾ പറഞ്ഞു.
എന്നാൽ ജോസഫന്തിയെയും അവളെ ആശ്വസിപ്പിച്ചു. അവളെക്കാലത്തും തങ്ങളുടെ കുടുംബത്തിൽ ഒരംഗമായിരിക്കുമെന്ന് അവർ ഉറപ്പ് നൽകി. അങ്ങനെ അവർ നേരെ ആ വലിയ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. പണ്ട് ജോസഫിന് മുത്തച്ഛൻ്റേതായിരുന്ന അതേ വീട്ടിലേക്ക്. അങ്ങനെ കയറി അവിടെ മുത്തശ്ശി പോളി ഒറ്റയ്ക്കൊരു മുറിയിലായിരുന്നു. സൂസൻ വീട് വൃത്തിയാക്കുന്ന തിരക്കിലും. ജോസഫ് അവിടെ നിന്നും നേരെ തട്ടിമ്പുറം ലക്ഷ്യമാക്കി നടന്നു. അവിടെ സൂസൻ ഉണ്ടായിരുന്നു. എന്തിനാണ് ആലിസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നായിരുന്നു സൂസൻ്റെ ആദ്യത്തെ ചോദ്യം. വില്ലിൻ്റെ ഭാര്യയാണ് ആലിസ് എന്ന് ജോസഫ് ഓർമ്മിപ്പിച്ചെങ്കിലും സൂസൻ പെട്ടെന്ന് സംസാര വിഷയം മാറ്റി. മുത്തച്ഛൻ ബെഞ്ചമിൻ മരിച്ചപ്പോൾ അയാളുടെ സാധനങ്ങളെല്ലാം കളയാൻ പറഞ്ഞിട്ട് നീ എന്തിനാണ് അതൊക്കെ സൂക്ഷിച്ചു വെച്ചതെന്ന് സൂസൻ ദേഷ്യത്തോടെ ചോദിച്ചു. തനിക്ക് താല്പര്യമുള്ള ചില സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ എന്നും തൻ്റെ പുതിയ പുസ്തകത്തിന് ആധാരം മുത്തച്ഛൻ്റെ ഗവേഷണങ്ങളാണെന്നും ജോസഫ് പറഞ്ഞു. കൂടാതെ ലോകം ചുറ്റി സഞ്ചരിച്ച സർക്കിൾ ഓഫ് വൈസ് മെൻ എന്നൊരു സംഘത്തിന്, ഒരു കൾട്ടിന് വേണ്ടി മുത്തച്ഛൻ ശേഖരിച്ച വിചിത്രമായ വസ്തുക്കളെക്കുറിച്ചും അവൻ അമ്മയോട് പറഞ്ഞു. എന്നാൽ സൂസന് മുത്തച്ഛനോട്, അതായത് അവളുടെ അച്ഛനോട് വലിയ വെറുപ്പായിരുന്നു. ബെഞ്ചമിൻ പതിയെ കുടുംബത്തെ ഉപേക്ഷിച്ച് ആ രഹസ്യ സംഘത്തിന് പിന്നാലെ പോയെന്നും തൻ്റെ ഭാര്യയ്ക്ക് കടുത്ത അസുഖം വന്നപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും സൂസൻ കുറ്റപ്പെടുത്തി. തിന്മയില്ലാതാക്കേണ്ട വഴികൾ തേടിയാണ് താൻ പോകുന്നതെന്നാണ് ബെഞ്ചമിൻ പറഞ്ഞിരുന്നെങ്കിലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു അതെന്നാണ് സൂസൻ വിശ്വസിച്ചിരുന്നത്. ഇതിനിടയിൽ താഴത്തെ നിലയിൽ മുത്തശ്ശി പോളി വീണ്ടും വിഭ്രാന്തിയിലായി. ആലിസിനെ കണ്ടപ്പോൾ അത് ബോണിയാണെന്നും തീയെ കണ്ടപ്പോൾ അവൾ തന്നെ പണം മോഷ്ടിക്കാൻ വന്നാണെന്നും പറഞ്ഞ് മുത്തശ്ശി ബഹളം വെച്ചു. എന്തായാലും അവരെ ഒരു തരത്തിൽ സാവധാനപ്പെടുത്തി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ജോസഫ് മാലിന്യങ്ങൾ കളയാനായി വീടിന് പുറത്തേക്ക് വന്നപ്പോൾ എഡ്ഗർ പുല്ലുവെട്ടുന്ന മെഷീനില്ലേ, അത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുപെടുന്നതാണ് കണ്ടത്. അതിൽ ഇന്ധനമില്ലെന്നും താൻ പിന്നീട് പുല്ലുവെട്ടിക്കൊള്ളാമെന്നും ജോസഫ് പറഞ്ഞെങ്കിലും എഡ്ഗർ അത് സമ്മതിച്ചില്ല. വീഡിയോയുടെ കോലത്തിലാവാൻ കാരണം ജോസഫാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് എഡ്ഗർ വലിയ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മെഷീനിലൊഴിക്കാനുള്ള ഇന്ധനം എടുക്കാനായി എഡ്ഗർ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം ആകെ മാറിയതുപോലെ തോന്നി. ആരോ അവിടെ ഉള്ളതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആ ഭാഗത്തേക്ക് നടന്നു നോക്കിയപ്പോൾ ഒരു എലിക്കണിയിൽ പെട്ടുകിടക്കുന്ന ചത്തെലിയാണ് കണ്ടത്. ദേഷ്യത്തിൽ അത് വൃത്തിയാക്കാൻ തിരിഞ്ഞതും ബേസ്മെൻറ്റിലെ ബൾബ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ചുറ്റും ഇരുട്ടി വ്യാപിച്ചു. ഒപ്പം ചില അമാനുഷികമായ ശബ്ദങ്ങളും അദ്ദേഹത്തിൻ്റെ കാതുകൾ മുഴാൻ തുടങ്ങി. ഞങ്ങളെ അകത്തേക്ക് കടത്തിവിടൂ, നിന്റെ കൈകൾ സ്വയം മുറിക്കൂ എന്നെല്ലാമായിരുന്നു ആ വിചിത്രമായ സ്വരങ്ങൾ മന്ത്രിച്ചത്. എഡ്ഗറുടെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങി. അയാൾ ഒരു കത്തിയെടുത്ത് സ്വന്തം കൈ മുറിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ആലിസ് അവിടേക്ക് വരുന്നത്. അവൾ വേഗത്തിൽ ഓടി വന്ന് എഡ്ഗറിൻ്റെ കയ്യിൽ നിന്നും ആ കത്തി തെറ്റിപ്പറിച്ച് വാങ്ങി അദ്ദേഹത്തെ രക്ഷിച്ചു. പക്ഷേ ആ പിടിവലിക്കിടയിൽ കത്തിയുടെ മുറിച്ചുള്ള ഭാഗം തട്ടി ആലിസിൻ്റെ കൈ മുറിഞ്ഞിരുന്നു. സ്വബോധം തിരിച്ചു വന്ന പോലെ നടന്ന കാര്യങ്ങൾ സൂസനോട് പറയരുതെന്ന് എഡ്ഗർ കെഞ്ചി പറഞ്ഞു. ആലിസ് സമ്മതിക്കുകയും ആ കത്തി സ്വന്തം പോക്കിൽ ഒളിപ്പിച്ച് വയ്ക്കുകയും ചെയ്തു. രാത്രിയായി. എല്ലാവരും ഭക്ഷണത്തിനായി ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നു. ജോസഫ് ആകട്ടെ അറിയാതെ വില്ലെപ്പോഴും ഇരിക്കാനുള്ള ആ കസേരയിലേക്ക് ഇരിക്കാൻ പോയപ്പോൾ എഡ്ഗർ അവനെ ദേഷിച്ച് തടഞ്ഞു. അതോടെ ജോസഫ് ഓരോ കസേരയിലേക്ക് മാറിയിരുന്നു. അങ്ങനെ അത്താഴത്തിനിടയിൽ സൂസൻ എഡ്ഗറിനോട് വൈൻ കുപ്പി തുറക്കാൻ പറഞ്ഞപ്പോൾ ജോസഫിൻ്റെ കാമുകയെ തീയ സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ഇതിനിടയിൽ ആലിസ് എഡ്ഗറിൻ്റെ ഓരോ മാറ്റങ്ങളൊക്കെ കണ്ട് അയാൾക്കടുത്ത് വെച്ചിരിക്കുന്ന ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്ന നൈഫ് പെയ്യങ്ങെടുത്ത് മാറ്റിവെച്ചു. അവരവിടെ വില്ലിൻ്റെ ആ വെഡ്ഡിംഗ് വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ സമയം ചെലവഴിച്ചിരിക്കെ സംസാരത്തിനിടയിൽ വില്ലിൻ്റെ റെസ്റ്റോറൻറ്റ്, ആ ക്ലബിന് ആലിസ് നോക്കി നടത്തണം എന്ന് സൂസൻ ആവശ്യപ്പെട്ടു. എന്നാൽ താൻ പാരീസിലേക്ക് തിരികെ പോയി കുറച്ചു കാലത്തേക്ക് അച്ഛനോടൊപ്പം നിൽക്കാൻ ആലോചിക്കുകയാണെന്ന് ആലിസ് പറഞ്ഞു. ഇത് സൂസന് പിടിച്ചില്ല. ആ റെസ്റ്റോറൻ്റ് എന്നുള്ളത് വില്ലിൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് സൂസൻ ഓർമ്മിപ്പിച്ചു. ഇതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്ന് ആലിസ് പറഞ്ഞെങ്കിലും എഡ്ഗർ അത് സമ്മതിച്ചില്ല. സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇതിലും നല്ല സമയം വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഡ്ഗറുള്ള വല്ലാത്ത ഭാവത്തിൽ ആലിസിനെതിരെ തിരിഞ്ഞു. ഇവിടെയാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. വിൽ ആലിസിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന പ്രവർത്തനക്കാരനായിരുന്നു. മാതാപിതാക്കൾക്ക് അവൻ നല്ലവനാണെങ്കിലും അവൻ്റെ യഥാർത്ഥ സ്വഭാവം ആലിസിന് മാത്രമേ അറിയുള്ളൂ. ഈ ഒരു നിമിഷത്തിൽ ആ ട്രൊമാറ്റിക്കായിട്ടുള്ള ഓർമ്മകൾ കൂടി വന്നപ്പോഴേക്കും ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ ആലിസ് തൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ് ഞെക്കി പൊട്ടിച്ചു. ഇതെല്ലാം കണ്ട് ജോസഫ് അവരെ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും എഡ്ഗർ നിർത്തിയില്ല. ഈ ആലിസിന് വില്ലിനോട് യാതൊരു സ്നേഹവും ഇല്ലായിരുന്നെന്നും അവളുടെ കല്യാണമോതിരം എവിടെ പോയെന്ന് പോലും അറിയില്ല. അതിനോടകം തന്നെ വിറ്റു കാണും. വില്ലിൻ്റെ ശവസംസ്കാരത്തിന് പോലും അവൾ കരഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് കേട്ടിട്ട് ഓരോരുത്തരും സങ്കടം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണെന്ന് ആലിസ് പറഞ്ഞെങ്കിലും എഡ്ഗർ കേൾക്കാൻ തയ്യാറായില്ല. സിറ്റുവേഷനെ ശാന്തമാക്കിയിട്ട് ഇതിനിടയിൽ സൂസൻ എഡ്ഗറിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പക്ഷേ അയാൾ വളരെ വിചിത്രമായ രീതിയിൽ ഒരു മൃഗത്തെ പോലെ അത് കഴിക്കാൻ തുടങ്ങി. ആ കുടുംബത്തിന് ആലിസ് ഒരു ബാധയാണെന്ന് പറഞ്ഞതിന് ശേഷം എഡ്ഗർ ജോസഫിന് നേരെ തിരിഞ്ഞു. എന്നിട്ട് വില്ലിൻ്റെ മരണത്തിൽ കാരണം ജോസഫാണെന്ന് അദ്ദേഹം അലറി. കാരണം അന്നവനെ പിടിച്ചു നിർത്താൻ അവൻ ശ്രമിച്ചില്ല എന്ന കാരണത്താൽ. അപകടം നടക്കുന്നതിന് മുമ്പ് വില്ലും ആലിസും തമ്മിൽ വഴക്കിട്ടിരുന്നുവെന്ന് ജോസഫ് ഓർമ്മിപ്പിച്ചെങ്കിലും അത് അടുത്ത കുലുമാലായി. അപ്പോൾ ഇതിനെല്ലാം കാരണം ഞാനാണെന്ന് വരുത്തി തീർക്കുകയാണോ എന്ന് ആലീസ് ചോദിച്ചു. അങ്ങനെ അവിടെ ആകെ ബഹളമായി. മരിച്ച വിൽ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും എന്ന് സൂസൻ പറഞ്ഞപ്പോൾ എഡ്ഗർ വളരെ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, സ്വർഗത്തിലോ? അവൻ സ്വർഗത്തിലൊന്നുമല്ല, അവൻ നരകത്തിലാണ്. ഇത് പറഞ്ഞതും പെട്ടെന്ന് എഡ്ഗർ അടുത്തു നിന്ന് വളർത്തുന്നതായ മാക്സിനെ പിടിച്ചു വെച്ച് ഒരു ഫോർക്ക് ഉപയോഗിച്ച് അവനെ തുരുതുരാ കുത്തി. ചോര തെറിച്ചു. ആ തടയാൻ വന്ന ജോസഫിൻ്റെ തലയിൽ ഒരു കുപ്പി എടുത്തടിച്ച ശേഷം എഡ്ഗർ തറയിലേക്ക് വീണു.
ഇതൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിന്ന സൂസൻ അവിടെ ഷോക്ക്ഡായി. എഡ്ഗറിന് എന്തോ അപസ്മാരം വന്നതാണെന്ന് കരുതി ജോസഫും തിയയും കൂടി അദ്ദേഹത്തെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് എഡ്ഗറിന് ശ്വാസം കിട്ടുന്നില്ല എന്ന് ജോസഫ് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് എഡ്ഗർ സീറ്റിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെളുത്തിരുന്നു. മുഖം പൈശാചികമായി മാറി. ആർക്കും ഒന്നും മനസ്സിലാകുന്നതിന് മുമ്പ് എഡ്ഗർ ജോസഫിൻ്റെ കയ്യിൽ നിന്ന് കത്രിക എടുത്ത് വണ്ടി ഓടിച്ചിരുന്ന തീയെ ആക്രമിച്ചു. നിയന്ത്രണം വിട്ട കാറ് റോഡരികെ വെള്ളം നിറഞ്ഞ ഒരു കുഴിയിലേക്ക് മറിഞ്ഞു. എഡ്ഗർ കാറിൻ്റെ താക്കോൽ ഊരിയെടുത്ത് അതുകൊണ്ട് തീയെ വീണ്ടും കുത്തി പരിക്കേൽപ്പിച്ചു. ജോസഫ് ആകട്ടെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് എഡ്ഗറിനെ കെട്ടിയിടാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതിശക്തമായി കുതിരമാറി. അയാൾ തീയുടെ വിരലുകൾ കാറിൻ്റെ ഡോറിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ചതച്ച് മുറിച്ച് അറ്റുമാറ്റി. ജോസഫ് വീണ്ടും തടാൻ ശ്രമിച്ചപ്പോൾ എഡ്ഗർ ഒറ്റ കൈ കൊണ്ട് ജോസഫിനെ പൊക്കിയെടുത്ത് കാറിൻ്റെ സൺറൂഫിലേക്ക് ഇടുകയും ശേഷം ഡാഷ്ബോർഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ ഒരു സമയത്ത് എയർബാഗ് ഉണ്ടാകൊണ്ട് ജോസഫിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. എന്നിട്ടും കരുതിയില്ലാതെ എഡ്ഗർ സീറ്റ് ബെൽറ്റ് എടുത്ത് തീയുടെ കഴുത്തിൽ കുരുക്കി അവളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അവളെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാതെ ജോസഫ് കാറിലോട്ടിരുന്ന തോക്കെടുത്ത് എഡ്ഗറിന് നേരെ ചൂണ്ടി. എന്നാൽ എഡ്ഗർ ഒട്ടും ഭയക്കാതെ തൻ്റെ നെറ്റി തോക്കിൻ്റെ കുഴിയിലേക്ക് ചേർത്ത് വെച്ച് വെടിവെക്കാൻ ജോസഫിനെ വെല്ലുവിളിച്ചു. സ്വന്തം അച്ഛനെ വെടിവെക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. ഈ സമയത്ത് തീയ കാറിലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് എഡ്ഗറിൻ്റെ തലക്കടിച്ചെങ്കിലും അയാൾക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എഡ്ഗർ കാറിൻ്റെ ഹെഡ് റെസ്റ്റ് വലിച്ചൂരി അതിൻ്റെ ആ 2 ഇരുമ്പ് തണ്ടുകൾ തീയുടെ തലയിലേക്ക് അടിച്ചു കയറ്റി. തീ അവിടെ വെച്ച് തന്നെ പിടഞ്ഞു മരിക്കുകയാണ്. ഇതേസമയം വീട്ടിൽ സൂസനും ആലിസും ചേർന്ന് ചത്തനായുടെ ശരീരം പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു. അതിനുശേഷം ആലിസ് വീടിൻ്റെ പുറകിലുള്ള ടൂൾ ഷെഡിലേക്ക് പോയി. അവിടെ വെച്ച് അബദ്ധത്തിൽ ചില ഉപകരണങ്ങൾ താഴെ വീണു. കൂട്ടത്തിൽ ജോസഫ് മുമ്പേ കൊണ്ടുവച്ചിരുന്ന മുത്തച്ഛൻ ബെഞ്ചമിൻ്റെ സാധനങ്ങളും തറയിലേക്ക് ചിതറി വീണു. അതെല്ലാം തിരികെ പെറുക്കി വയ്ക്കുന്നതിനിടയിലാണ് വളരെ വിചിത്രമായ ഒരു പുസ്തകം അവളുടെ കണ്ണിൽപ്പെട്ടത്. നെക്രോനോമിക്കൺ. അവളത് തുറന്ന് വായിക്കാൻ തുടങ്ങി. ശപിക്കപ്പെട്ട ആ പുസ്തകത്തെക്കുറിച്ചും ലോകം നശിപ്പിക്കാൻ കഴിവുള്ള 4 രഹസ്യ വാക്കുകളെക്കുറിച്ചും അതിലെഴുതിയിരുന്നു. കൂടാതെ ഡെഡൈറ്റ്സ് എന്ന പിശാചുകളെ ഇല്ലാതാക്കാൻ സർക്കിൾ ഓഫ് വൈസ് മെൻ നിർമ്മിച്ച കാൻഡേറിയൻ ഡാഗർ എന്ന പ്രത്യേകതരം കത്തിയെക്കുറിച്ചും അതിൽ പരാമർശിച്ചിരുന്നു. ആ കത്തി കൊണ്ട് ഒരു ചെറിയ പോറലേറ്റാൽ പോലും പിശാചിന് മനുഷ്യ ശരീരത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. പുസ്തകത്തിൻ്റെ അടുത്ത പേജുകളിൽ വിചിത്രമായ 4 വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ആലിസ് അറിയാതെ ആ വാക്കുകൾ ഉറക്കെ വായിക്കാൻ തുടങ്ങി. 3 വാക്കുകൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഒരു അസംബന്ധമാണെന്ന രീതിയിൽ അവൾക്ക് തോന്നിയത്. അതിനാൽ 4ാമത്തെ വാക്ക് അവൾ വായിച്ചില്ല. എന്നാൽ അപ്പോഴേക്കും നടക്കേണ്ടത് നടന്നിരുന്നു. പെട്ടെന്ന് പിറകിൽ നിന്നും ഒരലർച്ച കേട്ടു. കുഴിച്ചിട്ട നായ മാക്സ് പൈശാചിക രൂപം പ്രാപിച്ച് മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ആലിസിനെ ആക്രമിച്ചു. ഭയന്നുപോയ ആലിസ് അതിനോട് പൊരുതി. ഒടുവിൽ സ്വയരക്ഷയ്ക്കായി അവൾ ആ നായയെ വീണ്ടും കൊന്നു. എന്നിട്ട് ഓടിച്ചെന്ന് സൂസനോട് ഈ കാര്യങ്ങൾ പറയാൻ തുനിഞ്ഞതും പെട്ടെന്നാണ് അവിടെ ജോസഫ് ഭയന്നുറച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി വന്നത്. അണയ്ക്കുന്നതുണ്ട് എന്തു പറ്റിയെന്നും എഡ്ഗർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ തീയെ കൊന്നു എന്ന സത്യം അവൻ നിറ കണ്ണുകളോടെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് അവർ ഞെട്ടി നിൽക്കുമ്പോൾ വാതിലൊരു മുട്ട് കേട്ടു. പുറത്തുനിന്ന് തീയുടെ ശബ്ദം. തന്നെ അകത്ത് കയറ്റണമെന്ന് അവൾ പറയുന്നു. എല്ലാവരും ഭയന്നു നിൽക്കെ ആലിസ് മെല്ലെ വാതിൽ തുറന്നു. അവിടെ കണ്ട കാഴ്ച അവളുടെ സമനില തെറ്റിക്കുന്നതായിരുന്നു. രക്തത്തിൽ കുളിച്ച തീയ. അവളുടെ മുഖത്തുകൂടി ഇപ്പോഴും ആ ഹെഡ് റെസ്റ്റിൻ്റെ കമ്പികൾ തുളച്ചു കയറി നിൽപ്പുണ്ട്. ആരും പ്രതികരിക്കുന്നതിന് മുമ്പ് അവൾ ആ ഇരുമ്പ് കമ്പി മുഖത്തു നിന്നും വലിച്ചൂരി താഴെയിട്ടു. എന്നിട്ട് വളരെ ശാന്തമായി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ കത്തിച്ചു വെച്ചിരുന്ന ഒരു മെഴുകുതിരി കയ്യിലെടുത്ത് നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഒരു സിപ്പ് എന്ന് പറഞ്ഞ് അതിലെ ഉരുകിയ മെഴുക് സ്വന്തം വായിലേക്ക് ഒഴിച്ചു. അടുത്ത നിമിഷം അവൾ ഭയങ്കരമായൊരു അലർച്ചയോടെ സൂസന് നേരെ ചാടി. ജോസഫും ആലിസും ചേർന്ന് അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൾക്ക് അമാനുഷികമായ ശക്തി ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അവളെ തള്ളി ബേസ്മെൻ്റ് കോണിപ്പടിയിലൂടെ താഴേക്കിട്ടു. താഴെ വീണെത്തിയ സ്വന്തം ശബ്ദത്തിൽ തനിക്ക് ഭയങ്കര വേദന എടുക്കുന്നെന്ന് ജോസഫിനോട് കരഞ്ഞു പറഞ്ഞു. ഇത് കേട്ട് അലിയാൻ പോയവനെ ആലിസ് തടഞ്ഞു നിർത്തി വാതിൽ പൂട്ടി. അവർ പുറത്തേക്ക് ഓടിയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് എഡ്ഗർ നിൽപ്പുണ്ട്. എഡ്ഗറിൻ്റെ കോലം കണ്ട സൂസൻ സ്തംഭിച്ചുപോയി. അവിടെ നിന്നുകൊണ്ട് എഡ്ഗർ ഒന്ന് വിസിലടിച്ചതും ചത്ത ആനായ മാക്സ് വീണ്ടും എഴുന്നേറ്റ് ആളുടെ അടുത്തേക്ക്. എഡ്ഗർ ആകട്ടെ കാറിലിരുന്ന ജോസഫിന് തോക്കെടുത്ത് അവന് നേരെ ചൂണ്ടി. വില്ലിന് പകരം നീയായിരുന്നു മരിക്കേണ്ടിയിരുന്നത് എന്നയാൾ പറഞ്ഞു. പക്ഷേ ജോസഫിനെ വെടിവെക്കുന്നതിന് പകരം അയാൾ ആ തോക്ക് സ്വന്തം വായിലേക്ക് വെച്ച് കാഞ്ചി വലിച്ചു. തല ചിതറി. എല്ലാവരും ഭയന്നലറി. എന്നാൽ നിമിഷങ്ങൾക്കകം അയാൾ വീണ്ടും ആ തോക്ക് തലയുടെ മറ്റൊരു വശത്ത് വെച്ച് വീണ്ടും വെടിവെച്ചു. എന്നിട്ടും മരിച്ചില്ല. ഇത്തവണ താടിക്ക് താഴെ വെച്ച് വെടിവെച്ചു. അതായത് അയാൾക്ക് മരിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അയാളുടെ ഉള്ളിലിപ്പോൾ മറ്റൊരു നീച ശക്തിയാണ്. ഇതേസമയം ബേസ്മെൻറ്റിൽ പെട്ടുപോയ തീയ വീടിൻ്റെ ഫർണസ് ഓവർ ഹീറ്റാക്കി വീടിനുള്ള ചൂട് ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. എഡ്ഗർ അകത്ത് കടക്കാതിരിക്കാൻ ബാക്കിയുള്ളവർ എല്ലാ വാതിലുകളും ജനലുകളും അടച്ചുപൂട്ടി. നടക്കുന്നതൊന്നും അറിയാതെ മുകളിലെ മുറിയിലായിരുന്ന മുത്തശ്ശി പോളി ബേസ്മെൻറ്റ് വാതിൽ ആരും മുട്ടുന്നതായിട്ട് താഴേക്ക് വന്നു. ഇതിനിടയ്ക്ക് തീയ വാതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയിരുന്നു. വളരെ സ്നേഹത്തോടെ പോളിയോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഡിമെൻഷ്യയുള്ള മുത്തശ്ശിയാകട്ടെ
നീ മുന്നേ മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ തരാനാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് തീയ കള്ളം പറഞ്ഞു. അത് വിശ്വസിച്ച പോളി വാതിൽ തുറന്നു കൊടുത്തു. ഇതിനിടയിൽ നടന്ന ബഹളം കേട്ട് ജോസഫും മറ്റുള്ളവർ ഓടിയെത്തിയപ്പോൾ കണ്ടത് തറയിൽ വീണ് കിടക്കുന്ന പോളിയാണ്. തീയ അപ്പോഴേക്കും അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. വീടിൻ്റെ കുടുംബചിത്രങ്ങൾ മുകളിൽ തീയ പെട്രോൾ ഒഴിക്കുന്നത് അവർ കണ്ടു. മുത്തശ്ശി പോളിയെ മുകളിലേക്ക് കൊണ്ടുപോയി സേഫാക്കാൻ ജോസഫ് അമ്മയോട് പറഞ്ഞു. എന്നിട്ട് കയ്യിലൊരു ലാമ്പും വലിച്ചൂരിയെടുത്ത് അവൻ തീയക്ക് നേരെ തിരിഞ്ഞെങ്കിലും അവളെ എങ്ങും കണ്ടില്ല. ഇവിടെ പോയിന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ആലിസിൻ്റെ മുഖത്തേക്ക് മുകളിൽ നിന്നും ചോരത്തുള്ളികൾ വീണത്. മുകളിലേക്ക് നോക്കി ആലിസ് ഞെട്ടിപ്പോയി. ചെറുതിയെപ്പോലെ സീലിങ്ങിൽ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് തീയ. അവൾ ആലിസിൻ്റെ മുകളിലേക്ക് ചാടി വീണു. ഇതെല്ലാം കണ്ട് ഷോക്ക്ഡായ ജോസഫ് ഭയന്നുകൊണ്ട് അനങ്ങാൻ കഴിയാതെ നിന്നു. നിന്നെ രക്ഷിക്കാൻ ജോസഫ് വരില്ല, അവൻ ഭീരുവാണ് എന്ന് പറഞ്ഞ തീയ ആലിസിനെ പരിഹസിച്ചു. ജോസഫിനോട് അവിടെ നിന്ന് ഓടിപ്പോകാൻ സൂസൻ പറഞ്ഞു. എന്നാൽ ഇവിടെ വെച്ചാണ് ജോസഫിൻ്റെ പക്കൽ തങ്ങൾക്ക് ആവശ്യമുള്ള എന്തോന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തീയ ജോസഫിനടുത്ത് ദൂരേക്ക് എറിയുന്നത്. ശേഷം സൂസനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് അതിക്രൂരമായി ഇടിച്ചു. ചുമർ പൊട്ടിപ്പൊളിഞ്ഞു. എന്നിട്ടും അരിശം തീരാതെ തീയ ജോസഫിനെ വലിച്ചഴിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. ജോസഫ് ഒരു ഇലക്ട്രിക് കത്തിയെടുത്ത് പ്രതിരോധിക്കാൻ തുടങ്ങിയപ്പോൾ ഓഹോ, അച്ഛനെ കൊല്ലാൻ മടിച്ചവൻ എന്നെ കൊല്ലാൻ ധൈര്യം കാണിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തീയ അവൻ്റെ അടുത്തേക്ക് നടന്നു. ജോസഫ് പിറയിലേക്ക് മാറിയപ്പോൾ കാൽ വഴുതി കത്തികളും ഫോർക്കുകളും വെച്ചിരുന്ന റാക്കിലേക്ക് മറിഞ്ഞു വീണു. തീയ അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നു. ആ കത്തികളുടെയും ഫോർക്കിൻ്റെയും മുന അവൻ്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഇന്നലെ ഡിഷ് വാഷറിൻ്റെ വാതിൽ തുറന്നു വന്നതും ആ തക്കം നോക്കി ജോസഫ് ഒരു വൈൻ ഓപ്പറിൻ്റെ അടുത്ത് തീയുടെ കഴുത്തിൽ കുത്തിയിറക്കി. അവൾ മരിച്ചു എന്നവൻ കരുതി. പക്ഷേ അവളെ ദൂരെടുത്ത് അവനെ വീണ്ടും പരിഹസിച്ചു. അപ്പോഴാണ് മുകളിൽ നിന്നും പോളി ഉറക്കെ വിളിച്ചത്. അവനെ വെറുതെ വിട്ട് നീ മുകളിലേക്ക് വാടി, നിനക്ക് വേണ്ടത് ഞാൻ തരാം. ഇത് കേട്ടതും ജോസഫിനെ അവിടെ വിട്ട് അവൾ മുകളിലേക്ക് പോയി. എന്നാൽ പോളിയുടെ മുറിയിലേക്ക് എത്തിയ തീയെ കണ്ട് കിടക്കിടയിലുള്ള പണം എടുത്തിട്ട് തങ്ങളെ വെറുതെ വിടാൻ പോളി അയച്ചു. എന്നാൽ പോളിയുടെ അടക്കം മനസ്സിലുള്ള എന്തോ രഹസ്യമാണ് തങ്ങൾക്ക് വേണ്ടതെന്നും അതെന്താണെന്ന് ബെഞ്ചമിൻ പറഞ്ഞു തന്നിട്ടാവുമെന്നും തീയ പറഞ്ഞു. എന്നിട്ട് പോളിയുടെ വായ്ക്കുള്ളിലെ കൃത്രിമ പല്ലുകൾ ഊരിയെടുത്ത് അതിലൊന്ന് നക്കിയ ശേഷം തീയ തിരികെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ ചോദിച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് ആലിസ് പുറകിലൂടെ വന്ന് തീ അടിച്ചിട്ട് കോണിപ്പടിയിലൂടെ താഴേക്കിടുന്നത്. താഴെ വീണ തീയ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ജോസഫ് ആ ഡിഷ് വാഷറിൻ്റെ വാതിൽ അവരുടെ മുഖത്തേക്ക് ശക്തിയായി ഇടിച്ചു. നിന്റെ മുത്തച്ഛനും വൈസ്മാൻ സംഘവും തോറ്റുപോയെന്ന് തീയ അലറിയപ്പോൾ ജോസഫ് വീണ്ടും വീണ്ടും ആ വാതിൽ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് ചതച്ചരച്ച് ഒരു പരുവമാക്കി. ഒടുവിൽ അവളുടെ തല പൂർണ്ണമായും തകർന്ന് അവിടെ രക്തക്കളമായി മാറി. ഈ സമയത്ത് ജോസഫ് ആലിസിൻ്റെ വയറ്റിലെ ഒരു വലിയ പാട് ശ്രദ്ധിച്ചു. എന്നാൽ അതെന്താണെന്ന് ചോദിക്കും മുമ്പേ ആലിസ് വൈസ്മാൻ സംഘത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജോസഫ് കാര്യങ്ങൾ വിശദീകരിച്ചു. ചെകുത്താൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നും പുസ്തകം വഴി അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നും മുത്തച്ഛൻ വിശ്വസിച്ചിരുന്നു. തിന്മയെ തടയാനുള്ള ആയുധങ്ങൾ തേടിയാണ് അദ്ദേഹം നടന്നത്. ആ സാധനങ്ങളെല്ലാം നശിപ്പിക്കാൻ അമ്മ പറഞ്ഞിരുന്നെങ്കിലും താനെ രഹസ്യമായി മുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ജോസഫ് പറഞ്ഞു. തീയുടെ ശരീരത്തിൽ കയറിയ പിശാച് അന്വേഷിക്കുന്നത് ആയുധങ്ങളാണെന്നും ഒരുപക്ഷെ ഇവരന്വേഷിക്കുന്ന ആയുധം ഒരു കാൻഡേറിയൻ ഡാഗർ കടാര അവിടെ ഉണ്ടാകുമെന്നും അവർക്ക് മനസ്സിലായി. ഇതേസമയം പോളിക്ക് മരുന്ന് കൊടുക്കാൻ സൂസൻ അവരുടെ മുറിയിലേക്കെത്തി. കട്ടിലടിയിൽ രാക്ഷസൻ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാൻ പോളി പറഞ്ഞപ്പോൾ സൂസൻ താഴെ നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. കൊച്ചുകുട്ടികളെ പോലെ പേടുന്ന സ്വരത്തിലാണ് പോളി അങ്ങനെ പറഞ്ഞത്. സൂസൻ അങ്ങനെ താഴേക്ക് നോക്കി അവിടെ ഒന്നുമില്ലെന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇത് കേട്ട് പോളി അവളെ കള്ളിയെന്ന് വിളിച്ചു. അതൊന്നും വകവയ്ക്കാതെ അവരെ സമാധാനിപ്പിച്ച് തിരിഞ്ഞു കിടക്കാൻ തുടങ്ങിയ സൂസൻ കേട്ടത് പോളിയുടെ വിചിത്രമായ സ്വരമാണ്. ഗുഡ് നൈറ്റ് പറഞ്ഞ അമ്മ തിരികെ സൂസനോട് പേരെടുത്ത് വിളിച്ച് ഗുഡ് നൈറ്റ് പറയുകയായിരുന്നു. തിരിഞ്ഞു നോക്കിയ സൂസൻ കണ്ടത് കട്ടിലിരിക്കുന്ന പോളിയാണ്. അത് മൂടി പൊതിച്ചുകൊണ്ട്. പോളി എഴുന്നേറ്റ് സൂസനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, കുടുംബം ഒന്നിക്കണമെന്ന് നിൻ്റെ ആഗ്രഹം നടക്കാൻ പോവുകയാണ്. വിൽ ഇപ്പോൾ വരും. എന്നിട്ട് പോളി പതിയെ തൻ്റെ പുതപ്പ് മാറ്റി. അതിനടിയിൽ കിടക്കുന്നത് ഡെഡൈറ്റായി മാറിയ പിശാചായി മാറിയ പോളിയുടെ സ്വന്തം ശരീരം തന്നെയായിരുന്നു. മുന്നേ തീയ ചെയ്ത ആ ഒരു പ്രവൃത്തിയിലൂടെ അവരിലും ആ ഇൻഫെക്ഷൻ ബാധിച്ചു. താൻ നിൽക്കുന്നത് ജീവനുള്ള പോളിയുടെ മുന്നിലല്ല, പിശാചിന് മുന്നിലാണെന്ന് സൂസന് മനസ്സിലായി. പോളി വിരൽ ചൂണ്ടി ജനാലയിലൂടെ നോക്കിയപ്പോൾ അവിടെ എഡ്ഗർ നിൽപ്പുണ്ടായിരുന്നു. കുടുംബമില്ലാതെ നീ ഒന്നുമല്ല എന്ന് എഡ്ഗർ പറഞ്ഞപ്പോൾ എന്തൊരു മാന്ത്രിക ശക്തിയിൽ വീണ പോലെ സൂസൻ ജനൽ തുറന്നു കൊടുത്തു. എഡ്ഗർ അകത്തു വന്ന് സൂസനെ ചുംബിച്ചു. എഡ്ഗറിൻ്റെ വായിൽ നിന്നും ഒഴുകിയ രക്തം സൂസൻ്റെ വായിലേക്ക് ഇറങ്ങിയതും അവളും ഒരു ഡെഡൈറ്റായി മാറി. ഇതിനിടയിൽ പുറത്തേക്ക് ഇറങ്ങി ഓടാനായി നോക്കിയപ്പോൾ താഴെ എഡ്ഗറിനെ കാണാതായതോടെ ആലിസിന് സംശയമായി. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ അവിടെ ഫോണിന് നോ സിഗ്നലാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് മാക്സ് ജനലിലേക്ക് ചാടി പേടിപ്പിച്ചു. അപ്പോഴാണ് സൂസൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. അവർ ശത്രുക്കളല്ലെന്നും മുത്തശ്ശന് മോഷ്ടിച്ച സാധനങ്ങൾ മാത്രമാണ് അവർക്ക് വേണ്ടതെന്നും സൂസൻ പറഞ്ഞു. ആയുധം എവിടെയാണെന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കാമെന്നും അവർ ഉറപ്പ് നൽകി. എന്നാൽ താനെല്ലായിടത്ത് കളഞ്ഞുവെന്ന് ജോസഫ് കള്ളം പറഞ്ഞു. പെട്ടെന്ന് ലൈറ്റുകളെല്ലാം പൊട്ടിത്തെറിച്ചു. ഉടൻ എഡ്ഗർ പറന്നു വന്ന് ജോസഫിനെ ആക്രമിച്ച് താഴെയിട്ടു. ആലിസിനെ തലക്കടിച്ച് ബോധം കെടുത്തി. കുടുംബകാര്യങ്ങൾ ഇടപെടരുതെന്ന് ആലിസിനോട് അയാൾ പറഞ്ഞു. ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്ന് സൂസൻ എഡ്ഗറോട് ചോദിച്ചപ്പോൾ അയാൾ അവളെയും അടിച്ച് ബോധം കെടുത്തി.
എന്നിട്ട് ജോസഫിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി തലകീറി കിടക്കുന്ന തീയുടെ മുഖത്തോട് ചേർത്ത് പിടിച്ചു. ഗത്യന്തരമില്ലാതെ ആയുധം എവിടെയാണെന്ന് എനിക്കറിയാം എന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടതും എഡ്ഗർ പൊട്ടിച്ചിരിച്ചു. ആ ആയുധം കൂടി കിട്ടിയാൽ പിന്നെ ഞങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ഈ ഒരു തക്കം നോക്കി ജോസഫ് വില്ല് സമ്മാനിച്ച ആ പേനയെടുത്ത് എഡ്ഗറിനെ കുത്തി. ദേഷ്യം വന്ന എഡ്ഗർ ജോസഫിനെ അതിക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ബോധം പോയ ആലിസിന് ബോധം വന്നപ്പോഴേക്കും ഇതെല്ലാം കണ്ട് പതുക്കെ കോണിപ്പടിയുടെ അടിയിലുള്ള ചെറിയൊരു സ്ഥലത്തേക്ക് ഒളിച്ചു. പേടിച്ച് ഉറച്ചങ്ങനിരിക്കെ ജോസഫിനെ ചുമലിലേക്ക് വലിച്ചെറിയുന്നതിനിടയിൽ അവൻ ആലിസിനെ കണ്ടു. പിശാചുകൾക്ക് ഇടുന്നതിന് മുമ്പ് ഡാഗർ കണ്ടെത്തണം എന്നവൻ വിളിച്ചു പറഞ്ഞു. എഡ്ഗർ അവനെയും വലിച്ച് മുകളിലേക്ക് പോയപ്പോൾ ആലിസ് പുറത്തു വന്നു. കുറച്ചെങ്കിലും ധൈര്യം സംഭരിച്ച് വിറച്ചുകൊണ്ട് അവിടെ കിടന്ന പുല്ലു വെട്ടുന്ന മെഷീൻ എടുത്ത് അവൾ മുകളിലേക്ക് പോയി. പക്ഷെ അബദ്ധത്തിൽ അവൾ വില്ലിൻ്റെയും അവളുടെയും ഒരു കല്യാണ ഫോട്ടോയിൽ ചവിട്ടി. അതെടുത്ത് നോക്കുമ്പോൾ പുറകിൽ പോളി നിൽപ്പുണ്ടായിരുന്നു. പോളി അവളുടെ മേൽ ചാടി വീണു. വലിയൊരു ഫൈറ്റ് അവിടെ നടന്നു. പോളി ആലിസിനെ ഒരു പാവയെ പോലെ എടുത്തെറിഞ്ഞു. പുല്ലുവിട്ടുന്ന മെഷീൻ്റെ ബ്ലേഡിലേക്ക് ആലിസിൻ്റെ മുഖം അമർത്താൻ പോളി ശ്രമിച്ചു. നിലത്തിടന്ന പേനെടുക്കാൻ ആലിസ് നോക്കിയെങ്കിലും പോളി അതെടുത്ത് ആലിസിൻ്റെ ചെവിയിലേക്ക് കുത്തി ഇറക്കി. വേരുണ്ട് ആലിസ് പൊളഞ്ഞുപോയി. അവളാണ് കുടുംബം നശിച്ചതെന്ന് പോളി കുറ്റപ്പെടുത്തി. ഈ ഒരു സമയം അവിടേക്ക് വന്ന സൂസനോട് മെഷീൻ ഓൺ ചെയ്യാൻ പോളി കിടന്ന് പറയുകയാണ്. എന്നാൽ ആലിസ് എങ്ങനെയൊരു ചില്ല് കഷ്ണം എടുത്ത് പോളിയുടെ കണ്ണിലേക്ക് കുത്തി. എന്നിട്ട് അവരുടെ കാല് സ്റ്റെയർ ലിഫ്റ്റ് വീൽ ചെയറിൽ കെട്ടി അത് ഓണാക്കി. പോളിയം വലിച്ച് ആ ചെയർ താഴേക്ക് പോയി. ആലിസ് ചെവിയിലിരുന്ന പേന വലിച്ചൂരിയെങ്കിലും പക്ഷേ അത് പകുതി വെച്ച് ഒടിഞ്ഞുപോയി. ബാക്കി ഭാഗം ചെവിക്കുള്ളിൽ തന്നെ ഇരുന്നു. ഇന്നേരം താഴെ പോളിയാകട്ടെ ചില്ല് വെച്ച് കാലറക്കാൻ ശ്രമിക്കുന്ന കണ്ട ആലിസ് ബാത്റൂമിലേക്ക് കയറി. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. ജോസഫാണോ എന്ന് നോക്കിയപ്പോൾ അത് ജോസഫും എഡ്ഗറുമായിരുന്നു. ആളെഴുന്നേറ്റ് ഇവരുടെ നേരെ വരുന്ന കണ്ട് ആലിസ് സൂസനെ വലിച്ച് ബാത്റൂമിനുള്ളിലേക്ക് കയറി വാലടച്ചു. സൂസൻ ഇനിയും ആകൃഷ്ടയായി പുറത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ കൈകൾ കെട്ടിയിട്ട ശേഷം ആലിസ് ഒരു ടീസർ ഉപയോഗിച്ച് ചെവിയിലെ ബാക്കി പേനയും വലിച്ചൂരി. ബാത്റൂമിൻ്റെ സീലിംഗ് പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആലിസിനെ സൂസൻ ഭയപ്പെടുത്തി. നീ എവിടെ പോയാലും വിൽ നിന്നെ വെറുതെ വിടില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് നീ കാണില്ല. അതായത് സൂസൻ പെതിയെ പൂർണ്ണമായും ആ ശപിക്കപ്പെട്ട ജന്തുവായി വരികയായിരുന്നു. ഉടൻ തന്നെ അവൾ ടോയ്ലറ്റ് സീറ്റ് ചവിട്ടി പൊളിച്ചു. ആലിസ് താഴെ വീണു. അവളുടെ ഷവർ കട്ടൻ ആലിസിൻ്റെ മുഖത്തേക്കിട്ട് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് ചെലുന്തിയെ പോലെ ഭിത്തിയിലൂടെ കയറി സീലിങ്ങിൽ പറ്റിപ്പിടിച്ചു. ആലിസ് ഒരു റേസർ എടുത്ത് സൂസൻ്റെ മുഖത്ത് വരഞ്ഞു. വെടിവിട്ട സൂസൻ താഴെ വീണപ്പോൾ ആലിസ് പുല്ലുവെട്ടുന്ന മെഷീൻ എടുത്ത് അവളെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു. ഒടുവിൽ ആലിസ് സീലിംഗ് വഴി ആ തട്ടിമ്പുറത്തിലേക്ക് ഒരു വിധത്തിലെത്തി. അവിടെ പരതിയപ്പോൾ കുറേയധികം കത്തികളുണ്ടായിരുന്നു. ഇതിലേതാണ് ആ ഡാഗർ? പെട്ടെന്ന് ജോസഫിൻ്റെ ശബ്ദം താഴെ നിന്ന് കേട്ടു. എനിക്കറിയാം ഡാഗർ എവിടെയാണെന്ന്. പക്ഷേ അത് ജോസഫിൻ്റെ സ്വാഭാവിക ശബ്ദമായിരുന്നില്ല, പൈശാചിക സ്വരമായിരുന്നു. അവനും ഒരു ഡെഡായിറ്റായി മാറിയിരിക്കുന്നു. അവൻ ആട്ടിക്കിലേക്ക് കയറി വന്നു. ആലിസ് ഓരോ കത്തിയെടുത്തും അവനെ കുത്തി നോക്കി. ആദ്യത്തെ കത്തി കുത്തിയപ്പോൾ അവൻ പറഞ്ഞു, ഇതൊന്നും എന്നെ കൊല്ലാൻ പോണില്ല, നീ സമയം കളയുകയാണ്. അവൾ അടുത്ത കത്തിയെടുത്ത് കുത്തി. പെട്ടെന്ന് ജോസഫിൻ്റെ ശരീരത്തിൽ നിന്നും ആ പിശാച് പുറത്തുപോയി അവൻ തറയിലേക്ക് വീണു. അതെ, അവൾ ആ കാൻഡേറിയൻ ഡാഗർ കണ്ടെത്തിയിരിക്കുന്നു. പെട്ടെന്ന് താഴെ നിന്നും സൂസൻ അവളെ പിടിക്കാൻ ശ്രമിച്ചു. ആലിസ് വേഗത്തിൽ റൂഫ് ഹാച്ച് വഴി മേൽക്കൂരയിലേക്ക് കയറി. പക്ഷേ ഡാഗർ താഴേക്ക് വീണുപോയി. അങ്ങനെ സൂസൻ എഡ്ഗറും പിറകെ മേൽക്കൂരയിലേക്ക് വന്നു. ആലിസ് പേടിച്ചു കുറച്ച് ചിമ്മിനിക്കുള്ളിലേക്ക് ചാടി. സൂസൻ പിറകെ വന്നപ്പോൾ അവളെ മെഷീൻ ഉണക്കി അവളുടെ തല വെട്ടി മാറ്റി. തല മാത്രമായി താഴേക്കും വീണു. പിന്നാലെ ആലിസും താഴേക്ക് ചാടി ഫയർ പ്ലേസിലൂടെ പുറത്തു വന്നു. തൊട്ടു പിന്നാലെ താഴേക്ക് വീണ എഡ്ഗർ അവളെ ആക്രമിക്കാൻ വന്നപ്പോൾ ആലിസ് ആ മെഷീൻ വെച്ച് ആളുടെ മുഖം വെട്ടിപ്പൊളിച്ചു. എന്നിട്ട് ആ മെഷീൻ ദൂരേക്കെറിഞ്ഞ് ഒരു ലൈറ്റ് എടുത്ത് കത്തിച്ച് തറയിലേക്കിട്ടു. വീടാകെ തീ പിടിച്ചു. ആലിസ് ഡാഗറും എടുത്ത് പുറത്തേക്ക് ഓടി. അവിടെ വെച്ച് ആ നായയെ മാക്സിനെയും ആൾ കത്തിവെച്ച് കൊന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ആശ്വസിക്കുമ്പോഴാണ് പുറകിൽ നിന്നും വില്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. കത്തിയെരിയുന്ന വീടിന് മുന്നിൽ വിൽ നിൽക്കുന്നു, അതും ഒരു പൈശാചിക രൂപത്തിൽ. അവൻ ചോദിക്കുകയാണ്, അന്ന് നീ എന്നോട് അവസാനമായി പറഞ്ഞെന്താ? നരകത്തിൽ പോയി നശിക്കാൻ. നിന്റെ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുന്നു. മരണം പോലും നമ്മളെ അകറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു. ഭയന്നു പോയ ആലിസ് അവിടുന്ന് ജീവനും കൊണ്ടുകൂടി. അവൾ ഓടി ഓടി എത്തുന്നത് ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ്. അവിടെ റേഡിയോ എടുത്ത് സഹായത്തിനായി വിളിക്കാൻ നോക്കുമ്പോഴാണ് അതിലവിടെ കല്യാണ പാട്ട് കേൾക്കുന്നത്. അതെ, ആ പിശാചിൻ്റെ പ്രഭാവം അവിടെയും എത്തിയിരിക്കുന്നു. വിൽ നടന്നു വരികയാണ്. അവനടുത്ത് വന്നപ്പോൾ ഡാഗർ വെച്ച് കുത്താൻ അവൾ ശ്രമിച്ചു. പക്ഷേ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. പൊടുതനെ വന്ന് ദൂരേക്ക് എറിഞ്ഞതോടെ ആ ഡാഗർ അവളുടെ കയ്യിൽ നിന്ന് വീണ്ടും തെറിച്ചുപോയി. ഇതിനിടെ ഒരു വലിയ കമ്പി അവളുടെ കാലിൽ തളച്ച് കയറുകയും ചെയ്തു. വില്ലാകട്ടെ അവിടെ ഉണ്ടായിരുന്നൊരു വലിയ ടാറിംഗ് മെഷീൻ ഓണാക്കി. തെളിച്ചു മറിയുന്ന ടാർ കുടിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. തനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും അതിനാൽ അവളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും അവൻ പരിഹാസരൂപേണ പറഞ്ഞു. ടാറൊഴുകി ആലിസിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ സർവ്വശക്തിയും എടുത്ത് കാല കമ്പിയിൽ നിന്നും വലിച്ചൂരി അവിടുന്ന് ഇഴഞ്ഞു മാറി. എന്നാൽ വില്ല് വിട്ടില്ല. അവളെ എടുത്ത് വീണ്ടും താഴേക്കിട്ടു. ഡാഗർ എവിടെയാണെന്ന് ചോദിച്ചു. അവൾ പോക്കറ്റിലുണ്ടായിരുന്ന മുൻപൊരിക്കൽ എഡ്ഗറിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത കത്തിയെടുത്ത് ടാർ കുടിയിലേക്ക് എറിഞ്ഞു. ഇതുകണ്ട് യഥാർത്ഥ ഡാഗറാണെന്ന് കരുതി വില്ല് അതെടുക്കാൻ പോയി. ആ തക്കം നോക്കി ആലിസ് ഒരു കേബിൾ വലിച്ചു. മുകളിൽ നിന്നും ഒരു വലിയ ജാക്ക് ഹാമർ താഴേക്ക് വന്നു.
വിൽ തിരിഞ്ഞു നോക്കിയതും ആലിസ് ആ ജാക്ക്ഹാമർ എടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. അവനെ തള്ളിക്കൊണ്ടുപോയി ആ തിളയ്ക്കുന്ന ടാളിലേക്ക് വീഴ്ത്തി. ദേഷ്യം തീരും വരെ അവൾ ആ മെഷീൻ അവനിലേക്ക് അമർത്തി പിടിച്ചു. ഒടുവിൽ അവൻ്റെ ശരീരം ടാളിലേക്ക് മുങ്ങി താഴുകയാണ്. കുഴിയിൽ നിന്നും പുറത്തിറക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് വിൽ അവളുടെ കാലിൽ കത്തി കൊണ്ട് കുത്തുന്നത്. വീണ്ടും ഡാഗർ അവിടെ നിന്ന് ചോദിച്ചു. ഈയൊരു നിമിഷം ആലിസ് എടുത്തു വെച്ച ആ ഒറിജിനൽ കാൻഡറിയൻ ഡാഗർ അവൻ്റെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കുകയാണ്. പെട്ടെന്ന് വില്ലിൻ്റെ ആ പൈശാചി രൂപം മാറി അവൾക്ക് പരിചയമുള്ള ആ യഥാർത്ഥ വില്ലനായി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആലിസ് എന്നവൻ പറഞ്ഞു. ഇത് കേട്ട് അവൾ ആ ഡാഗർ വലിച്ചൂരി. എന്നാൽ അതവളെ പറ്റിക്കാനുള്ള പിശാചിൻ്റെ തന്ത്രം മാത്രമായിരുന്നു എന്ന് അവൾക്കും പൂർണ്ണമായി അറിയാമായിരുന്നു. ഒന്നും ചിന്തിക്കാതെ അവൾ തൻ്റെ വെറും കൈകൊണ്ട് അവൻ്റെ തല ഞെരുക്കി പൊട്ടിച്ചു. ഉമ്മ വെച്ചിരുന്നെങ്കിൽ ആ പ്രേതം ഇപ്പോൾ അവളിലേക്ക് എറിയാനെ. അങ്ങനെ ഭയാനകമായ രാത്രിക്ക് അവസാനമായി. വെളുപ്പിന് തന്നെ മെഡിക്കൽ ടീം വന്ന് ആലിസിനെ രക്ഷിച്ചു. ആരാണ് ഇതെല്ലാം ചെയ്യുന്നത് പാരാമെഡിക് ചോദിച്ചപ്പോൾ അവൾ നിർവികാരമായി പറഞ്ഞു, എൻ്റെ മുൻ ഭർത്താവ്. അങ്ങനെ ഈ ഒരു കഥ അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ആലിസിൻ്റെ മുഖത്തെ ആ വിചിത്രമായ നോട്ടം നമ്മളിലൊരു സംശയം ബാക്കി വയ്ക്കുന്നു. അവൾക്ക് സമനില തെറ്റിയതാണോ? അതോ ആ പിശാചിൻ്റെ എന്തെങ്കിലും ഒരു അംശം അവളിൽ അവശേഷിക്കുന്നുണ്ടോ? അതോ അവളിനി എന്തിനെങ്കിലും ഇറങ്ങി തിരിക്കാൻ പോവുകയാണോ? എന്തായാലും ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ആകുമ്പോൾ സിനിമ തീർന്നു എന്നാണ് കരുതിയെങ്കിൽ തെറ്റി. ക്രെഡിറ്റ്സ് കാണിക്കുന്നതിനിടയിൽ ഒരു സീൻ കൂടിയുണ്ട്. മുന്നേ വീട്ടിൽ നിന്ന് കാലർത്ത് തീ പിടിക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് രക്ഷപ്പെട്ട പോളി ഹൈവേയിലൂടെ എഴഞ്ഞു പോവുകയാണ്. ഒരു സ്ത്രീ ഇത് കണ്ട് വണ്ടി നിർത്തി സഹായിക്കാനെത്തി. തന്നെ ആരോ ഉപദ്രവിച്ചെന്നും കാല് നഷ്ടപ്പെട്ടെന്നും പോളി ദയനീയമായി പറഞ്ഞു. ആ സ്ത്രീ അടുത്തേക്ക് വന്നപ്പോൾ പോളിയുടെ മുഖം പൈശാചികമായി മാറി. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല മോളെ, എനിക്കിപ്പോൾ പകരം നിൻ്റെ കാലിലെടുക്കാമല്ലോ എന്ന് പറഞ്ഞ് പോളി ചിരിച്ചു. ആ പാവത്തിൻ്റെ ഗതിയും അധോഗതിയായി. ഇനിയും തീർന്നിട്ടില്ല. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നേരെ പോകുന്നത് ഒരു ഫ്യൂണറൽ ഹോമിലേക്കാണ്. അവിടുത്തെ അതിൻ്റെ ഡയറക്ടറും അവരുടെ കൊച്ചുമോളും കൂടി ആരും ഇതുവരെ കൊണ്ടുപോകാത്ത അസ്ഥികൾ അടുക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ആരെങ്കിലും വന്നാൽ കൊടുത്തുവിടാമെന്നുള്ള രീതിയിലാണ് അതെല്ലാം വെച്ചിരിക്കുന്നത്. അമ്മ പുറത്തേക്ക് പോയ സമയത്ത് ആ പെൺകുട്ടി അതിലെ ഓരോ അസ്ഥികളും അങ്ങനെ എടുത്ത് നോക്കുകയാണ്. അതിലെ ഒരു പേര് എല്ലി ബിക്സ്ലർ, ഈവിൾ ഡെഡ് റൈസിലെ ആ ക്യാരക്ടർ. അവളതെടുത്തൊന്ന് കുലുക്കി നോക്കി. പെട്ടെന്ന് അവിടെ ആരോ വിളിക്കുന്ന പോലെ. അങ്ങനെ ആ കണ്ണാടിക്ക് മുന്നിലൂടെ നടക്കുമ്പോൾ കണ്ണാടിക്കുള്ളിൽ ഈ എല്ലി നിൽക്കുന്നതാണ് കാണുന്നത്. അതൊരു യഥാർത്ഥ വ്യക്തിയാണെന്ന് നോക്കാനെന്ന പോലെ ആ കുട്ടി കണ്ണാടിയിൽ തൊട്ടതും എല്ലിയുടെ പൈശാചി രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ കുട്ടിയുടെ കഴുത്തൊടിക്കുകയാണ്. എന്നിട്ട് ഭയാനമായി ചിരിച്ചുകൊണ്ട് പറയുന്നു, മോം ഈസ് ബാക്ക്. തള്ള തിരിച്ചെത്തിയിരിക്കുന്നു. അവിടെയാണ് ഈ സിനിമ ശരിക്കും അവസാനിക്കുന്നത്. എന്നാൽ എല്ലിയുടെ ആട്ടം വീണ്ടും തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന വിറങ്ങലിപ്പിക്കുന്ന ഒരു ഹിൻറ്റോടെ ഈ ഒരു കഥ അവസാനിക്കുകയാണ്. കേവലം $20 മില്യൺ ചിലവിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും $67 മില്യൺ വാരിക്കൂട്ടിയത്. ഇതിലൊക്കെ ഉണ്ടെങ്കിലും വീത്രമെന്ന് പറയട്ടെ, വെറും 1 മാസം മാത്രമാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. ഒരുപക്ഷെ OTTയിലൂടെ കൂടുതൽ ലാഭം നേടാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ തീരുമാനം എടുത്തതെന്ന് തോന്നുന്നു. അതുമല്ലെങ്കിൽ മറ്റു വലിയ ചിത്രങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടും ആവാം. എന്തായാലും ഈ സിനിമയിലെ വയലൻസ് രംഗങ്ങൾ വളരെ ഭയാനകമാണ്. പ്രത്യേകിച്ച് ജോസഫിൻ്റെ കാമുകയുടെ തല തകർക്കുന്ന രംഗമൊക്കെ കണ്ട ആരും ഒന്ന് ഞെട്ടും. മുൻഭാഗങ്ങളെ അപേക്ഷിച്ച് ഒട്ടും പിന്നിലല്ലാത്ത രീതിയിലാണ് ഈ ചിത്രവും ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് തോന്നുവാണ്, കൊള്ളാം, സംഭവം രസമാണ്. എന്തുകൊണ്ട് നമുക്ക് ഇതുവരെ ഇറങ്ങിയ ഈവിൾ ഡെഡിൻ്റെ ഫ്രാഞ്ചൈസിലെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് നോക്കിക്കൂടാ? എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എന്തായാലും തീർച്ചയായും അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, ബൈ ബൈ.